ഹായ് നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിന് 2.5 കിലോമീറ്റർ മാത്രം മാറ്റിതാക്കണം. ഈ കാണുന്ന ഒരു 15 സെൻറ്റ് സ്ഥലം, അതിനകത്ത് 1300 സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തിട്ടൊക്കെ വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ചങ്കളെ, നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ നമ്മളെ പയ്യന്നൂർ കോത്തായ്മുക്കുന്ന് വെറും 1/2 കിലോമീറ്റർ നടക്കുള്ള ദൂരത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട്. നമ്മൾ ഈ സ്ഥലം വരുന്നത് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ പെട്ടുള്ള സ്ഥലമാണ്. വില്ലേജ് വരുന്നത് നമുക്ക് വെള്ളൂരാണ്. പിന്നെ പയ്യന്നൂർ താലൂക്കിലും പെട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള റോഡ് സൗകര്യം ഒന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് ആയിക്കോട്ടെ, പോയൊക്കെ നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഒക്കെ പറഞ്ഞു കേട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കോത്തായ്മുക്കുന്ന് അന്നൂർ പോണ റോട്ടിൽ കിസാൻ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ സമീപത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഈ റോഡ് വരുന്നത് നമുക്ക് കോത്തായ്മുക്ക് വരുന്ന റോഡാണ്. ഈ റോഡ് നമുക്ക് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കോത്തായ്മുക്കിൽ തന്നെയുള്ള പെൻ റെസ്റ്റോറൻറ്റിൻ്റെ അങ്ങോട്ടാണ് ചെന്നെത്തുന്നത് കേട്ടോ. പിന്നെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. ചുറ്റുപാടും അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുടെ നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പ്ലോട്ട് ഇതാണ് നമ്മൾ വീടും സ്ഥലവും മൊത്തം 15 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് നമുക്ക് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ മൊത്തത്തിലൊന്ന് പോയിട്ട് കാണട്ടോ. ഇതന്നെയാണ് സ്ഥലം. എന്താ ചുറ്റുഭാഗവും ഇതേപോലെ മതിലെല്ലാം കെട്ടിയിട്ട് ബൗണ്ടറി ഫുള്ള് തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇതാക്കുന്ന ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ നേരെ നമുക്ക് മുറ്റത്തോട്ട് തന്നെ കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യത്തിനുള്ള ഈ ഒരു ഭാഗത്തെല്ലാം ഫുള്ള് കോൺക്രീറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ മിറ്റമാണെങ്കിലും ഇങ്ങോട്ടെങ്കിലും ഫുള്ള് ഇൻ്റർലോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി വരും നമുക്ക് അതിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പോയിട്ട് കാണാം നമുക്ക്. അപ്പോൾ നോക്കി ഞങ്ങളെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കണ്ടില്ല ഞങ്ങൾ. നമുക്ക് വണ്ടിയൊക്കെ നേരെ കൊണ്ടുപോയി നിർത്താൻ സൗകര്യത്തിനുള്ള പോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, നല്ല സ്റ്റൈലുള്ള ഒരു വീടാണ്. നല്ല ഒതുങ്ങിയ പാകത്തെ സൂപ്പർ വീടാണ്. ഇതാണ് നമ്മളെ വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. നല്ല ഓപ്പൺ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ ഒക്കെ നിലം കണ്ടില്ലെങ്കിൽ നല്ല രസമുള്ള ഒരു കളർ ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ പറഞ്ഞാൽ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അടുത്ത് ചുറ്റുപാടും കണ്ടില്ല, ഫ്രണ്ടിലോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത് ടൗണും കാര്യങ്ങളൊക്കെ വളരെ അടുത്ത് തന്നെ. 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ കോത്തായ്മുക്ക് ടൗണും എത്തി. പിന്നെ ഇതാ വീടിൻ്റെ ഫ്രണ്ട് മെയിൻ ഡോറാണ് ഈ കാണുന്നത്. ഡബിൾ ഡോറാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് നല്ല സിമ്പിൾ വർക്കായിട്ട് നല്ല രസമുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഡോറും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് അകത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഹാളിലോട്ട് വാ. അപ്പോൾ നമ്മൾ ഹാളിലോട്ടൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല വലിയ ഹാൾ തന്നെയാണ്. നല്ല സൗകര്യമുള്ള ഹാളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് നേരെ കയറി വരുമ്പോൾ ആദ്യം കാണാൻ നമുക്ക് രൂപക്കൂടാണ്. കണ്ടില്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ലൊരു രൂപക്കൂടെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തോട്ട് കയറി വരുമ്പോൾ നല്ലൊരു കൂളായിട്ട്, എന്താ പറയുക, അധികം ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നല്ല തണുപ്പുണ്ടല്ലേ. തണുപ്പാണ്. ഫുള്ള് ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാക്കി നമുക്ക് പുറത്തിറങ്ങിയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് പുറത്തുനിന്ന് കാണിച്ചു കൊടുക്കാൻ കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതെ, നമുക്ക് ഫ്രണ്ടിലോട്ട് ഈ ഒരു ഭാഗത്തോട്ട് ഒരു 3 കള്ളി ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നുള്ള കാഴ്ചയെല്ലാം കിട്ടുകയും ചെയ്യും. കാറ്റും വെളിച്ചമൊക്കെ കിട്ടും. അതുപോലെ ഈ സൈഡിലോട്ടാണെങ്കിൽ ഒരു 4 കള്ളി ജനലെല്ലാം ഉണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനുള്ള ഗ്യാപ്പിന് വലിയ സോഫ സെറ്റൊക്കെ ഇടണമൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിന് വലിയ ഹാൾ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ വീടിന് മൊത്തം 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു റൂം നമുക്ക് ഈ ഒരു ഭാഗത്താണുള്ളത്. പിന്നെ രണ്ടാമത്തെ റൂം ആ ഒരു ഭാഗത്തോട്ടാണല്ലോ. അപ്പോൾ റൂമുകൾ ഓരോന്നായിട്ട് കാണാം. അതിന് മുന്നത്ത് നോക്കി ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ആർച്ച് പോലെ നല്ലൊരു മോഡലായിട്ട് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് റൂമുകൾ ഓരോന്നായിട്ട് കാണാം. വാ, ആദ്യത്തെ റൂം കാണാം കേട്ടോ. ഇതാണ് നമ്മളെ ആദ്യത്തെ റൂം എന്ന് പറയുന്നത്. വലിയ റൂം തന്നെയാണ്. ഇത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിയ, എന്താ പറയുക, വലിയൊരു കട്ടിലോ വലിയൊരു അലമാരോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ടും നല്ല സ്പേസ് നിന്നും ഇങ്ങോട്ട് ഇത്രയും സ്ഥലം കിടക്കുകയാണ്. പിന്നെ റൂഫ് കണ്ടില്ല, ഫുള്ള് നീറ്റായിട്ടുള്ളതാണ്. എവിടെ ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നിലം കണ്ടില്ലേ, ടൈൽ എല്ലായിടത്തും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നമ്മൾ സിറ്റ് ഔട്ടിൽ ഹാളിലൊക്കെ കണ്ട അതേ ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് ആ ഒരു സൈഡിലോട്ട് ഒരു 4 കള്ളി ജനലുണ്ട്. വലിയ ജനലാണ് വരുന്നത്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. ബാത്റൂം ആണെങ്കിലും വലിയ ബാത്റൂം തന്നെയാണ്. ബാത്റൂമിൻ്റെ ഒക്കെ ടൈല് വേറെ കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതെല്ലാം ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ്. ഈ ഡോറും സംഭവങ്ങളൊക്കെ അതൊക്കെ മരം തന്നെയാണ്. ഇനി ഇങ്ങോട്ട് പോവാം. അടുത്ത് നമുക്ക് രണ്ടാമത്തെ റൂം കാണാം. രണ്ടാമത്തെ റൂമിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇതാണ് ഇപ്പോൾ നമ്മളെ ഡൈനിങ് ഏരിയ വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഡൈനിങ് ഏരിയ ആണെങ്കിൽ അത്യാവശ്യം വലിയ ഡൈനിങ് ഏരിയ തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ തന്നെയാണ് സ്റ്റെയർ എല്ലാം വരുന്നുണ്ട്. മേലെ ഇനിയിപ്പോൾ വേറെ റൂമൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിനുള്ള അത്രയും സ്പേസ് നമുക്ക് മേലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റൂം കാണാം. വാ, ഇതാണ് രണ്ടാമത്തെ റൂം എന്ന് പറയുന്നത്. വലിയ റൂം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ 2 സൈഡിലോട്ടും വലിയ ജനലെല്ലാം വരുന്നുണ്ട്. ഈ സൈഡിലേക്ക് ഒരു 3 കള്ളി, പിന്നെ ഇവിടേക്ക് ഫ്രണ്ടിലോട്ട് ഒരു 4 കള്ളി ജനലുണ്ട്. റൂഫൊക്കെ ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ വീടിൻ്റെ പെയിൻറ് തന്നെ കണ്ടില്ലെങ്കിൽ നല്ലൊരു എടുപ്പുള്ള കളറാണ് കേട്ടോ. പിന്നെ നിലമൊക്കെ ഫുള്ള് നമ്മളിപ്പോൾ കണ്ട അതേപോലത്തെ ടൈൽ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. അത്യാവശ്യം വലിയ റൂം തന്നെയാണ്. കണ്ടില്ല നിങ്ങൾ, നല്ല സൗകര്യമുണ്ട് അല്ലേ. നല്ല സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ ഈ റൂമിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് വരുമ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കാണിച്ച നമ്മളെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഒരു 6 ആൾക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യത്തിനുള്ള വലിയ മേശ ഇടാൻ പാകത്തിനുള്ള അത്രയും സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ.
പിന്നെ അവിടെ ഒരു വാഷിംഗ് ഏരിയ എല്ലാ ഒരു ഭാഗത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് വരാനുണ്ടെങ്കിൽ ഇവിടെയാണ് അടുക്കളയുള്ള. അടുക്കളയിലോട്ട് വന്ന് നോക്കിയാൽ വലിയ അടുക്കളയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇനിയിപ്പോൾ വീട്ടിൽ ഇനിയിപ്പോൾ ഗസ്റ്റുകൾ നമ്മളെ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ വരുമ്പോൾ എല്ലാവരും വർത്താനം പറഞ്ഞൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇന്ന് ഇരിയാൻ. പിന്നെ സ്റ്റോറേജ് സ്പേസ് എല്ലാം ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ. ഫുള്ള് ഫാബ്രിക്കേഷൻ്റെ വർക്കെല്ലാം ഇവിടെ എല്ലാം ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഡ്രോ എല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു തട്ടെല്ലാം കണ്ടെല്ലാം ഇവിടെ ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള ഒരു പാതകം എല്ലാം ഉണ്ട്. ജനൽ 4 കള്ളി ജനൽ നമുക്ക് ഈ ഒരു സൈഡിലോട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അതെ. പിന്നെ റാക്കെല്ലാം ഉണ്ട്, വലിയ റാക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഇനി നമ്മള് ഹാളിൽ നിന്ന് എന്താ പറയാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കാന്നുണ്ടെങ്കിലൊക്കെ അത്യാവശ്യം ഒരു എന്താ പറയാ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗസ്റ്റുകൾ ആരെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പെട്ടെന്ന് കാണുന്നില്ല നമ്മളിവിടെ കുക്ക് ചെയ്യുന്ന സമയത്തൊന്നും കേട്ടോ. അപ്പോൾ ആ ഒരു സൗകര്യമെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഇതൊരു സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂം ആയിട്ട് ഞങ്ങൾ ഇവിടെ നല്ല സൗകര്യമെല്ലാം ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഒരു മിക്സ് സംഭവം കറണ്ട് അടുപ്പൊക്കെ വർക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ വെച്ചാൽ തന്നെ നമുക്ക് ഇവിടെ ഒരു സോക്കറ്റിലോട്ട് പ്ലഗ് കുത്താനാണെങ്കിലൊക്കെ സൗകര്യമാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് നമുക്ക് അടുക്കളയിൽ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെയാണ് വർക്ക് ഏരിയ ഉള്ളത്. വർക്ക് ഏരിയ ആണെങ്കിലും ഇപ്പോൾ കണ്ട പോലെ തന്നെ വലിയ വർക്ക് ഏരിയയാണ്, നല്ല നീളമുള്ള വർക്ക് ഏരിയയാണ്. പിന്നെ വിറകടുപ്പെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ പുറത്ത് വേറെ എക്സ്ട്രാ വിറകടുപ്പ് ആക്കേണ്ട ഒന്നും ആവശ്യമില്ല. ആലുവാടുപ്പാണുള്ളത്. അതിൻ്റെ ചുറ്റിനും ഫുള്ള് ടൈലൊക്കെ പൊട്ടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. തേച്ച് തുടച്ച് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഈ ഒരു ഭാഗത്ത് പാത്രം കഴുകാനുള്ള സൗകര്യം ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ചുറ്റിനും ഇവിടെ എല്ലാം ഫുള്ള് ടൈൽ ഒട്ടിച്ചു. പിന്നെ ഫുള്ള് ഗ്രില്ലെല്ലാം ഇട്ടിട്ടുണ്ട്. ഈ ഒരു സൈഡ് മൊത്തത്തിൽ നല്ല അടച്ചുറപ്പാക്കിയിട്ടുണ്ട്. ഇവിടെ ഡോറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇനി ഈ ഒരു ഭാഗത്തോട്ട് വരാണെങ്കിൽ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. വലിയ ബാത്റൂം തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ ഇങ്ങോട്ട് പുറത്തോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഡോറ് തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്ഥലത്തിൻ്റെ നമ്മൾ അതിരിതായി കെട്ട് കാണുന്നതാണ്. ഇവിടെ അതിര് ബാക്ക് സൈഡിലോട്ട് അങ്ങോട്ടൊക്കെ വീടുകളുണ്ട് അയൽവാസികളൊക്കെ ആയിട്ടുള്ള. പിന്നെ ഇതാണ് നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് പുറത്ത് പോയിട്ടൊന്ന് മൊത്തത്തിൽ കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പം ഇനി പുറത്തോട്ട് പോയി നോക്കാം. പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു വീടും സ്ഥലങ്ങൾ എടുക്കാന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളൂർ എത്തിക്കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. സ്കൂള് എല്ലാ സൗകര്യം നമുക്ക് പയ്യന്നൂർ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ സൗകര്യം ഉണ്ടല്ലോ. പയ്യന്നൂർ ടൗൺ പിന്നെ അത്യാവശ്യം വലിയ ടൗണും കാര്യങ്ങളാണ്. നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഇനി വരെ നമുക്ക് പുറത്തേക്കൊന്ന് പോയി കാണിച്ചു കൊടുക്കല്ലോ ബാക്കി സംഭവങ്ങൾ. ഇനി നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിരൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് കാണിച്ചു തരട്ടോ. അതപ്പുറത്താണ് നമ്മളെ സ്ഥലത്തിന്റെ അതിര് തുടങ്ങുന്നത്. ഇതേപോലെ ചുറ്റുഭാഗവും മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. പിന്നെ നിങ്ങൾ നോക്കുക നമ്മൾ ഈ ഒരു പറമ്പിനകത്ത് ഫുള്ള് ഫ്രൂട്ട്സ് മരങ്ങളുടെ ഒരു തോട്ടം തന്നെ ഉണ്ട് നമ്മളെ ഈ ഒരു പ്ലോട്ടിനകത്ത് കേട്ടോ. ഇപ്പൊ തുടക്കം തന്നെ മാവ് കണ്ടില്ല നിങ്ങൾ. പിന്നെ ഈ കാണുന്ന മരം ഫ്രണ്ട് തന്നെ റംബൂട്ടാനാണ് ഈ കാണുന്നത് കേട്ടോ. ഇതേപോലെ കുറേ സംഭവങ്ങൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് ഇനി കണ്ണൂരിൽ നിന്നൊക്കെ വരാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു 41 കിലോമീറ്റർ ദൂരമുള്ള ഇങ്ങോട്ട് എത്താൻ കേട്ടോ. പിന്നെ ഈ കാണുന്ന ഇങ്ങോട്ടൊക്കെയാണ് സപ്പോർട്ടാണ് ഈ കാണുന്നത്. സപ്പോർട്ട മരം അതേപോലെ നിറച്ചും സപ്പോർട്ടന്മാരുണ്ട് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് കേട്ടോ. എല്ലാം കായ പിടിച്ച് നിറഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരാന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വീടുകൾ കണ്ടില്ലേ, നമ്മുടെ അടുത്തുള്ള വീടുകളായിട്ടായി കാണുന്നതൊക്കെ. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരാണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിലും റോഡുണ്ട്. പറമ്പിൻ്റെ 2 സൈഡിലും ഇപ്പോൾ ഫ്രണ്ടിലും ഈ ഒരു സൈഡിലോട്ട് നമുക്ക് റോഡുണ്ട്. നമ്മൾ ഈ ഒരു സ്ഥലം മൊത്തം 15 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. നമുക്കിപ്പോൾ ഒരു 7.5 സെൻറ്റ് സ്ഥലം ആ ഒരു വീട് എടുക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പോൾ അതിൽ ഈ ഒരു ഭാഗത്തോട്ട് 7.5 സെൻറ്റ് ആക്കിയിട്ട് അങ്ങനെ വീട് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ല, ഇവിടെ ഈ ഫുള്ള് സപ്പോർട്ടന്മാരാണ് ഈ കാണുന്നത്. പറമ്പിൽ ഫുള്ള് തണലാണ് കേട്ടോ. കുറേ സാധനങ്ങൾ മാവായിട്ട് ഓരോന്നും നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു ഏരിയ തന്നെയാണ്. ഇനിയിപ്പോൾ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നൊക്കെ അങ്ങോട്ടൊക്കെയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ 59 കിലോമീറ്റർ ദൂരമുള്ളൂ. പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങോട്ട് ഒരു 7 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. സ്ഥലത്തിൻ്റെ ഫ്രണ്ട് അതിൽ എൻഡ് ഇവിടം വരെയാണുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ സ്ഥലം ഉള്ളത്. പിന്നെ ഈ ഭാഗത്തേക്ക് ബാക്ക് സൈഡിൽ നമ്മൾ നേരത്തെ കാണിച്ചെന്ന വീടാണ് ഈ കാണുന്നത് കേട്ടോ. ചുറ്റുഭാഗത്താണ് ഇതേപോലെ ബൗണ്ടറി എല്ലാം ഫുള്ള് കല്ല് വെച്ച് കെട്ടി ഫുള്ള് അതിരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊന്നുമില്ല, ഒക്കെ ക്ലിയർ ആക്കി ഇട്ടേക്കുന്ന സ്ഥലമാണ്. ഈ ഭാഗത്ത് വീട് വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ 7 സെൻറ്റ് കളന്ന് മുറിച്ചാണ് തരും കേട്ടോ. ഇവിടെ വീട് വെക്കാം. ഫ്രണ്ടേജ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ആ വീട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ആ വീട് എടുക്കാം. 7.5 സെൻറ്റ് സ്ഥലം ആ ഒരു മൊത്തത്തിൽ എടുക്കണമെങ്കിൽ മൊത്തത്തിൽ എടുക്കാം. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പോസ്റ്റ് ഇതാക്കണം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള സൗകര്യങ്ങൾ കേട്ടോ. ഇനി നമുക്ക് അതിനകത്തോട്ട് പോയിട്ട് അതിനകത്തുള്ള ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. നിറച്ചും സപ്പോർട്ടൊക്കെ കായ്ച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. കുറേ സാധനങ്ങൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലൊന്നിട്ട് പോയിട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് കയറാം. ഇത് കണ്ടില്ല നിങ്ങൾ, ഇതാണ് നമ്മൾ പറഞ്ഞത്. നിറയെ സാധനങ്ങൾ നട്ടു. ഇത് പ്ലാവാണ്, പെട്ടെന്ന് കായ്ക്കുന്ന ഇനം പ്ലാവാണ്. ചക്കയെല്ലാം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പേരയ്ക്കമരം എന്താക്കണേ,
വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. കുറച്ച് സ്ഥലമുള്ളെങ്കിലും അതിനകത്ത് ഇല്ലാത്തതായിട്ടുള്ള ഒരു സാധനമല്ല കേട്ടോ. എവിടെയും ഒരു സ്ഥലം പോലും വെറുതെ കളഞ്ഞിട്ടില്ല. ഇവിടെ മൊത്തത്തിലൊരു തണലും തണുപ്പാണ്. ഇത് കണ്ടില്ല, സപ്പോട്ട കണ്ടില്ല നിങ്ങൾ, വലിയ വലിയ കായ. ഇനിയിപ്പോൾ നിങ്ങളൊരു പയ്യന്നൂർ ഏരിയയിൽ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗോഡൗണൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വീടിനെ ഉപയോഗിക്കാം അല്ലേ? അതെ, അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ അല്ല, നമുക്ക് വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒരു സ്റ്റോർ റൂമിലൊക്കെ എടുത്തേക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇത്രയാണ് സംഭവങ്ങൾ. നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. പിന്നെ അതായത് മാംഗോസ്റ്റീൻ്റെ ആണ് ഈ മരം കാണുന്നത്. പിന്നെ ഇവിടെ ഇത് പ്ലാവാണ്. പിന്നെ തെങ്ങും തൈ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കെല്ലാം കുറേ കവുങ്ങും തൈ കുറേ നട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ഇനി നടാനുള്ള സംഭവങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലോട്ട് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് വരാണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഫുള്ള് കവുങ്ങും തൈയും തെങ്ങും തൈയൊക്കെ നട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പ്ലോട്ടിനകത്ത് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് പറഞ്ഞാൽ വറ്റാത്ത വെള്ളമുള്ള കിണറാണുള്ളത്. കിണർ ഇതാക്കണം നമുക്ക് ഈ ഒരു സൈഡിലുള്ള ഇവിടെയാണുള്ളത് കേട്ടോ. വെള്ളം ഇഷ്ടം പോലെ. കിണർ കാണിച്ചു കൊടുക്കാം, കിണർ കാണിച്ചു കൊടുക്കാം. ഇതാ വെള്ളം കണ്ടില്ല നിങ്ങൾ, ഇഷ്ടം പോലെ വെള്ളമാണ്. അതിന് കിണറിൻ്റെ ചുറ്റുഭാഗം കെട്ടിയിട്ടല്ലാണ്ട് നല്ല നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആൾമറയൊക്കെ ആക്കി കെട്ടിയിട്ടുണ്ട്, മോട്ടറെല്ലാം വെച്ചിട്ടുണ്ട്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇത്രയൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഉള്ളത് നമ്മളെ വീടിൻ്റെ പുറത്തുനിന്നുള്ള കേട്ടോ. പിന്നെ അതാ ഇവിടെ ഭിത്തിയിലോട്ടൊന്നും മണ്ണൊന്നും ചെളിയൊന്നും തെറിക്കാതെ ഈ സൈഡിലെല്ലാം ഫുള്ള് കോൺക്രീറ്റ് എല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വീടാണ് കേട്ടോ. വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും അല്ലേ ഏട്ടായേ? നല്ല അടിപൊളി വീട്, സൂപ്പർ വീടാണ്. പിന്നെ എന്താ പറയുക, ഇത് തണുപ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കണ്ടില്ല, ഒരു എന്താ പറയുക, ഒരു വെയിൽ പോലും ഭൂമിയിലോട്ട് പതിക്കുന്നില്ല. അത്യാവശ്യം വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. തേങ്ങയ്ക്കാണെങ്കിൽ തേങ്ങയുണ്ട്, എല്ലാ സാധനം ഉണ്ട്. മാങ്ങയാണെങ്കിൽ ഇഷ്ടംപോലെ മാങ്ങ എല്ലാം ഉണ്ട്. പറമ്പ് മൊത്തത്തിൽ ഇതേപോലെ തണലായി കിടക്കുക. മാങ്ങനൊക്കെ കയ്യെത്തണം, പിള്ളേർക്ക് തന്നെ കയ്യെത്തണോർത്തൊക്കെ ഇഷ്ടം പോലെ മാങ്ങ എല്ലാം കായ്ച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടോ. ഇനിയിപ്പോൾ ആ ഒരു സൈഡിലേക്ക് ഒന്ന് പോയേക്കാം, ഇനി വീടിൻ്റെ ഇനി ഇങ്ങോട്ട് വരും. ഈ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ഇതെന്താ ചെറീസാണ് കേട്ടോ. ഈ സാധനം ഇതെല്ലാം കായ പിടിച്ചിട്ടുണ്ട്. അവിടെ ചെറീസ് ഉണ്ടായിട്ടുണ്ട്. എന്തോ ഒരു തരം വേറെ വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ ഇത് സർവ്വസുഗന്ധിയാണ് ഈ സാധനം. ബിരിയാണിക്കകത്ത് കിട്ടുന്ന ഒരിലയാണ് ഇത്. റംബൂട്ടാൻ്റെ മരമാണ് കേട്ടോ. പറമ്പ് മൊത്തത്തിൽ അങ്ങോട്ട് പറഞ്ഞില്ലേ, ഫുള്ള് ഫ്രൂട്ട്സ് ഐറ്റംസ് സാധനങ്ങളാണ്. ഇത് കണ്ടില്ല നിങ്ങൾ, ഇതും റംബൂട്ടാൻ്റെ ആണ്. വലിയ മരമായിട്ടുണ്ട് കേട്ടോ, നല്ല തണലും ആയിട്ടുണ്ട് മൊത്തം. ഇതും റംബൂട്ടാനാണ് ഈ കാണുന്നത്. പിന്നെ ഇത് ചിക്കു. നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെയെല്ലാം ഫുള്ള് കോൺക്രീറ്റ് എല്ലാം ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അലക്കാനുള്ള അലക്കുകല്ലെല്ലാം ഉണ്ട്, പൈപ്പും വെള്ളവും എല്ലാം ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്ക് സൈഡിലെ അതിൻ്റെതായി കെട്ടന്നെയാണ്. അങ്ങോട്ട് അപ്പുറത്തേക്ക് വീടെല്ലാം ഉണ്ട്, അയൽവാസികളൊക്കെ ആയിട്ടുള്ള വീടുകളൊക്കെ ഉണ്ട്. ഇത് നമ്മളെ വീടിൻ്റെ അടുക്കള ഭാഗമാണ് കേട്ടോ ബാക്ക് സൈഡിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീടും സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. ഏതാ മുതൽ സ്ഥലം കേട്ടോ, നല്ല അടിപൊളി കിടിലം പ്ലോട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ ഓണർ തന്നെ ഡയറക്റ്റ് വിളിക്കേണ്ടി വരും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ റേറ്റ്. അതുപോലെ തന്നെ നമുക്ക് 7.5 സെൻറ്റ് സ്ഥലം അപ്പുറത്ത് കൊടുക്കാണ്ട് പറഞ്ഞത് അതിന് വേറെ റേറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഡീൽ നടത്താം കേട്ടോ. അപ്പോൾ ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലൊക്കെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86. ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ അറിയാൻ ഓണറെ മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.